ശർക്കര ഉപ്പേരി അല്ലെങ്കിൽ ശർക്കര വരട്ടി ഉണ്ടാക്കാനായിട്ട് ഒരു പച്ചക്കായാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തോല് മാറ്റിക്കളഞ്ഞിട്ട് നമുക്കിത് മുറിച്ചെടുക്കാം. ഞാനിവിടെ കയ്യിൽ എണ്ണയൊക്കെ തേച്ച് കായയുടെ തോലൊക്കെ കളഞ്ഞു. വറുത്തുപ്പേരിയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും നമ്മുടെ കയ്യിലും ഒക്കെ എണ്ണ തേക്കണം. കായയുടെ തോല് കളയുമ്പോൾ ഇല്ലെങ്കിൽ ആ കറുപ്പ് കറ വരും. ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. ശർക്കര ഉപ്പേരിക്ക് നിങ്ങൾക്കറിയാലോ, അതൊരു സെമി സർക്കിളായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഒറ്റൊരു നടുവേ വെട്ടിയാൽ മതി. നമ്മുടെ വറുത്തുപ്പേരിയേക്കാളും കുറച്ച് ഘനത്തിലാണ് മുറിക്കുക. ഒരു 1/4 ഇഞ്ച് കട്ടി എന്നുള്ളൊരു കണക്കിൽ നമുക്ക് മുറിച്ചെടുക്കാം. അതിനേക്കാളും ചെറുതായിട്ടാണല്ലോ നമ്മൾ വറുത്തുപ്പേരിക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് ഏകദേശം കട്ടിയിൽ നമുക്കിതിനെ മുറിച്ചെടുക്കാം. എണ്ണയുള്ള കാരണം കത്തി കയ്യിൽ നിന്ന് സ്ലിപ്പാവാതെ ശ്രദ്ധിക്കണം. അത് റെഡിയാണ്. ഇനി നമുക്ക് ചൂടാക്കിയ എണ്ണയിലേക്ക് നമ്മുടെ കായ കഷ്ണങ്ങൾ എടുത്തിടാം. ഇതിനെ നമുക്ക് കുറച്ച് ആദ്യം ഒന്ന് നല്ല ചൂടിൽ അതൊന്ന് വെന്തതിൻ്റെ ശേഷം ഒരു 2-3 മിനിറ്റ് വെന്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇതിനെ കുക്ക് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്കത് ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ കുറയ്ക്കാം, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇപ്പം തന്നെ കഴിയുന്നത് അത് വല്ലതൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അതിനെ മാറ്റി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പിന്നെ അത് വെന്ത് കഴിയുമ്പോൾ പിന്നെ മാറ്റാൻ പറ്റില്ല. ഇനി നമുക്കിതിൻ്റെ തീ ഒന്ന് കുറയ്ക്കാം, ഒരു മീഡിയത്തിലേക്ക് ആക്കാം. മീഡിയത്തിൽ ഇനി അതൊരു കുറച്ച് നേരം വേവണം. അപ്പോൾ നമ്മുടെ കായ ഇങ്ങനെ ആക്കി കഴിയുമ്പം കണ്ടോ, ഒരു ക്രിസ്പി ആയ ഒരു ശബ്ദം കേൾക്കാം. അതിൻ്റെ അർത്ഥം അത് റെഡിയായി എന്നാണ്. അപ്പോൾ മഞ്ഞ കളർ മാറി കുറച്ച് ചുവപ്പിലേക്ക് പോവുകയാണ്. ഇനി നമുക്കിത് ഇതെല്ലാം അടുത്തുനിന്ന് മാറ്റാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്, ആ ഒരു നാടൻ ടേസ്റ്റ് വരാനായിട്ട്. ഇനി നമുക്കിതൊരു കുറച്ച് നേരം ടിഷ്യൂ വെച്ച ഒരു പേപ്പറിലേക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് തണിയാനായിട്ട് വെക്കാം. നമ്മുടെ ശർക്കര ഉപ്പേരി തണിഞ്ഞിട്ടുണ്ട്. കണ്ടോ, അങ്ങനൊരു ക്രിസ്പി ശബ്ദം കേൾക്കണ്ടേ. അത് കഴിഞ്ഞാൽ നമുക്കിനി അതിൻ്റെ പാവ് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ 2 കഷ്ണം വെല്ലമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്കൊരു കഷ്ടി ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് നമുക്ക് പാവ് ഉണ്ടാക്കിയെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ നോൺ സ്റ്റിക്ക് പാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഉരുളിയോ മറ്റുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ സ്റ്റീൽ പാത്രം അലുമിനിയം പാത്രമൊക്കെ ആണെങ്കിൽ അത് വല്ലാതെ അടിയിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ചുവട് കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രമായിരിക്കണം. ഇത് നമുക്ക് ഉരുക്കിയെടുക്കാം. നമ്മുടെ ശർക്കരപ്പാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ചുക്കുപൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂണോളം ഏലക്കായ പൊടിച്ചത്, ഇതൊക്കെ ഒന്ന് അതിൽ ആദ്യം മിക്സ് ചെയ്യാം. തീ നല്ല മീഡിയത്തിൽ ലോയിൽ വെച്ചാൽ മതി കേട്ടോ, വളരെ കുറച്ച് വെച്ചാൽ മതി. കാരണം ഇത് പെട്ടെന്ന് കട്ടയായി പോവും. ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം ഈ പണി തുടങ്ങാൻ. ഒക്കെ പെട്ടെന്ന് ചെയ്യണം. ഇനി നമുക്ക് ഈ ചൂടാറിയിട്ടുള്ള ഈ കായയുടെ കഷ്ണങ്ങളെ ഇതിലേക്കിടാം. എന്നിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ശർക്കരയുടെ ശർക്കര പാവ് എല്ലാ കഷ്ണത്തിലും എല്ലാ ഭാഗത്തും കോട്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്, നമ്മളിത് വറുക്കാനിടുമ്പോൾ തന്നെ ഒന്ന് മെല്ലെ അതിനെ വിടിയിച്ച് കൊടുക്കണം. കാരണം അത് ഓൾറെഡി വേവുന്ന സമയത്ത് ഒട്ടിപ്പിടിച്ചു എന്നുണ്ടെങ്കിൽ പിന്നെ അതിനെ വിടിയിക്കാൻ ബുദ്ധിമുട്ടായി പോകും. ഇതിലെല്ലാം നല്ലോണം കോട്ടായി എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാരയുടെ പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് മിക്സായതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് അരിപ്പൊടിയും ചേർക്കുന്നുണ്ട്. ചിലർ ഇതിൽ ഒന്നുകിൽ പഞ്ചസാരപ്പൊടി മാത്രം അല്ലെങ്കിൽ അരിപ്പൊടി മാത്രം
അങ്ങനെ ചേർക്കണവരും ഉണ്ട് കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ ഇതിൽ രണ്ടും മിക്സ് ചെയ്ത് രണ്ടും കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് അരിപ്പൊടി ചേർത്തു. ഇനി ഇതൊന്ന് നമുക്കിതിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല ഡ്രൈ ആവുന്ന വരെ നോക്കി ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾ കുറച്ചായിട്ട് അരിപ്പൊടിയും പഞ്ചസാരപ്പൊടിയും ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നല്ലോണം കോട്ടായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒട്ടിപ്പിടിച്ച് നിൽക്കണമെന്ന് കാണുകയാണെങ്കിൽ ഈ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് കുത്തി കൊടുത്തിട്ട് അതിനെ നമുക്ക് വിടിയിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ശർക്കര ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ കുറച്ച് പൊടികൾ ഇങ്ങനെ ബാക്കിയുണ്ടാവും. അത് നിങ്ങൾക്ക് ചൂട് തണിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം, അടുത്ത തവണ ഉപയോഗിക്കാം. ഇതിപ്പോൾ ഒരു 4-6 ആൾക്കാരൊക്കെ ഉള്ള ഒരു ഫാമിലിയിൽ സദ്യയ്ക്ക് കഴിക്കാൻ പാകത്തിനാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയത്. ബൾക്കായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഇതുപോലെ ആവശ്യത്തിനുള്ള കണക്കിൽ ഉണ്ടാക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അളവിൽ ഒരു കായ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ നമ്മുടെ ശർക്കര ഉപ്പേരി വീട്ടിലുണ്ടാക്കൽ വളരെ എളുപ്പമാണെന്ന് ഇപ്പോൾ കണ്ടില്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.